പ്രിയപ്പെട്ടവരെ, SSLC കെമിസ്ട്രിയുടെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ 5ാമത്തെ ലെസൺസ് ആണ് ഞാനിപ്പം ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ലെസണിൽ അറ്റോമിക് നമ്പർ 18 വരെയുള്ള എലമെൻസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാമെന്നുള്ള കാര്യം പറഞ്ഞു. സെക്കൻഡ് ലെസണിൽ 18ന് മേലെയുള്ള എലമെൻസിൻ്റെ അറ്റോമിക് നമ്പർ എഴുതുന്ന കാര്യം പറഞ്ഞു. ഇനി തേർഡ് ലെസണിൽ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടുകയാണെങ്കിൽ തന്നിരിക്കുന്ന എലമെന്റ് ഏത് ഗ്രൂപ്പിലാണ്, ഏത് പീരീഡാണ്, ഏത് ബ്ലോക്ക് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ലെസണിൽ തന്നെ ഒരു അയോൺ തരികയാണെങ്കിൽ ആ അയോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 4ാമത്തെ ലെസണിൻ്റെ അകത്ത് എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ സവിശേഷതകളെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. അപ്പോൾ ഈ ക്ലാസ്സുകളൊക്കെ ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലേക്ക് പോകാൻ പറ്റും. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദാറ്റ് ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പി ബ്ലോക്ക് എലമെന്റ്സ് ആണ്, അല്ലെങ്കിൽ പി ബ്ലോക്ക് മൂലകങ്ങളുടെ സവിശേഷതകളെ കുറിച്ചാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു കാര്യം, സയൻസ് പഠിക്കണമെങ്കിൽ അറിഞ്ഞു തന്നെ പഠിക്കുക. അങ്ങനെയാണെങ്കിൽ പഠനം വളരെ ഈസി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ചെയ്യുന്ന ക്ലാസ്സുകളൊക്കെ, അപ്പോൾ ഈ ക്ലാസ്സിൽ ഇന്ന് പി ബ്ലോക്ക് എലമെന്റ്സിന്റെ സവിശേഷതയെ കുറിച്ച് പറയും. അതിനുശേഷം നിങ്ങൾക്ക് പഴയ കഴിഞ്ഞ വർഷങ്ങളിൽ പാദവാർഷിക, അർദ്ധവാർഷിക, അതേപോലെ തന്നെ നിങ്ങളുടെ പബ്ലിക് എക്സാമിനേഷനിൽ പി ബ്ലോക്ക് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. റൈറ്റ്, നമുക്കറിയാം പീരിയോഡിക് ടേബിളിൽ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്, ഞാൻ വരച്ചിട്ടില്ല. ദാറ്റ് ഈസ് വി കോൾഡ് ആസ് എസ് ബ്ലോക്ക്. ഇനി ഇവിടെ കുറച്ച് കള്ളികൾ ഉണ്ടാവും, ദാറ്റ് ഈസ് ഡി ബ്ലോക്ക്. അത് ഞാൻ വരച്ചിട്ടില്ല. ഗ്രൂപ്പ് നമ്പർ 13 മുതൽ 18 വരെ നിങ്ങൾക്കറിയാം. ഗ്രൂപ്പ് 1ഉം 2ഉം എസ് ബ്ലോക്ക്, 3 മുതൽ 12 വരെ ഡി ബ്ലോക്ക്, 13 മുതൽ 18 വരെ വരുന്ന എലമെന്റുകളെയാണ് നമ്മൾ എന്ത് ബ്ലോക്ക് എന്ന് പറയാ? പി ബ്ലോക്ക് എന്ന് പറയാം. ഇനി 13 പറഞ്ഞ പേരാണ് വി കോൾ ഇറ്റ് ആസ് ബോറോൺ ഫാമിലി എന്നാ പറയാം, അല്ലെങ്കിൽ ബോറോൺ കുടുംബം, ബോറോൺ ഫാമിലി അല്ലെങ്കിൽ ബോറോൺ ഫാമിലി 13 പറയാം. അപ്പൊ 14 ഓട്ടോമാറ്റിക്കലി, കാരണം 13 ഫസ്റ്റ് ബോറോൺ ആണുള്ളത്, ബോറോൺ ഫാമിലി. 14 കാർബൺ അല്ലേ, അപ്പൊ എന്ത് ഫാമിലി? കാർബൺ ഫാമിലി, കാർബൺ ഫാമിലി. ഓക്കെ, ഇതോ നൈട്രജൻ ഫാമിലി. 15ന്റെ പേര് നൈട്രജൻ ഫാമിലി എന്ന് പറയും. അല്ലെങ്കിൽ വേറൊരു പേരും കൂടി പറയലുണ്ട് കേട്ടാ, നൈക്കോജൻ എന്നും പറയും. PNICOGEN, നൈക്കോജൻസ്, നൈക്കോജൻസ് എന്ന് പറയും. അതായത് പി വായിക്കണ്ട കേട്ടാ, നൈക്കോജൻസ്, നൈക്കോജൻസ് എന്നും അതിന് പറയാറുണ്ട്. 16ാം ഗ്രൂപ്പിന് പറഞ്ഞ പേര് അപ്പൊ എന്ത് ഫാമിലിയാ? ഓക്സിജൻ കുടുംബം എന്ന് പറയും, ഓക്സിജൻ ഫാമിലി എന്ന് പറയും. അല്ല, വേറൊരു പേരും കൂടി പറയും, അതും കൂടി നിങ്ങൾ കേൾക്കുക. ചാൾക്കോജൻസ് എന്നാ പറയാം, ചാൾക്കോജൻസ്. അല്ല, നമുക്ക് മലയാളത്തിൽ എഴുതുമ്പോൾ ചാൾക്കോജൻസ്, ചാൾക്കോജൻസ് എന്ന് പറയും. 17ാം ഗ്രൂപ്പിന്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെയാണ്. 17ാം ഗ്രൂപ്പ് ഹാലോജൻസ് എന്ന് പറയാം, ഫ്ലൂറിൻ ഫാമിലി എന്ന് പറയാറില്ല, അതിന് പറയാ ഹാലോജൻസ്, ഹാലോജൻസ്, ഹാലോജൻസ്. അല്ലെങ്കിൽ മലയാളത്തിൽ എഴുതുമ്പോൾ അത് ഹാലോജൻസ്, ഹാലോജൻസ് എന്ന് പറയും. 18 പറയാ നോബിൾ ഗ്യാസ് എന്നാ പറയാ, നോബിൾ ഗ്യാസ്, നോബിൾ ഗ്യാസ്. അല്ല, മലയാളത്തിൽ പറയാ ദാറ്റ് ഈസ് അലസവാതകങ്ങൾ, അലസവാതകങ്ങൾ എന്നും പറയും. അപ്പോൾ ഓരോന്നിനും ഓരോരോ പേരുണ്ട്. നിങ്ങൾ പഠിച്ചു. 1ാം ഗ്രൂപ്പിന് പറഞ്ഞ പേര് ആൽക്കലൈൻ മെറ്റൽസ്, 2ാം ഗ്രൂപ്പിന് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. അതുപോലെ ഇവന്മാർക്കും ഓരോ ഗ്രൂപ്പിനും പേരുണ്ട്, പി ബ്ലോക്കിലുള്ള ഓരോ ഗ്രൂപ്പിനും പേരുണ്ട്. റൈറ്റ്, ഇനി നമുക്ക് പി ബ്ലോക്ക് എലമെന്റ്സിന്റെ സവിശേഷതകളെ കുറിച്ച് പറയാം. അതിൽ ഒന്നാമത്തത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് പറയുന്ന ഇലക്ട്രോൺ വിന്യാസം. നിങ്ങൾക്കറിയാം, ഏറ്റവും ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ അല്ലെങ്കിൽ ഏറ്റവും ബാഹ്യതമ ഷെല്ലുള്ള ഇലക്ട്രോൺസ് ആണ് ഏറ്റവും പ്രസക്തി. അപ്പം ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് പറക്കുന്നത് NS2 NP126. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവില്ല. ഒരു ഉദാഹരണം പറയാം. കാർബൺ അറ്റോമിക് നമ്പർ 6 അല്ലടോ. അപ്പോൾ നമ്മൾ കാർബണിന്റെ 6 ആകുമ്പോൾ ഇങ്ങനെ കോൺഫിഗറേഷൻ ചെയ്താൽ 1s2
2s2 2p2 6 ആണ്. ഇതല്ലേ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെൽ നോക്കണേ. അങ്ങനെയാകുമ്പോൾ വാട്ട് ഇസ് എൻ മീൻസ് നമ്പർ ഓഫ് പീരീഡ് ആണ്. ഏത് പീരീഡിലാണ് കിടക്കുന്ന കാര്യം നമുക്ക് നിങ്ങൾക്കറിയാം. പീരിയോഡിക് ടേബിളിൽ ഫസ്റ്റ് പീരീഡ് ഹൈഡ്രജനും ഹീലിയ, ഇതൊക്കെ അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് പീരീഡിലല്ലോ വരിക. സെക്കൻഡ് പീരീഡ് ആയതുകൊണ്ടാണ് ദാറ്റ് ഇസ് 2. ഇനി 2p2 എന്നാ പറഞ്ഞല്ലേ. ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കാനും NP 2p 1 to 6 1 മുതൽ 6 വരെ വരാം. നിങ്ങൾക്ക് മനസ്സിലാക്കിയാലും ഒന്നുകൂടി നോക്കി നോക്കുക. ദാറ്റ് ഈസ് ഈ കേസ് ആയിക്കോട്ടെ. ഫ്ലൂറിന്റെ കേസിൽ അറ്റോമിക് നമ്പർ ഓഫ് ഫ്ലൂറിൻ ഈസ് ഈക്വൽ ടു 7 ആണ്. ദ കോൺഫിഗറേഷൻ ഈസ് ഫ്ലൂറിന്റെ കേസിൽ 7 ആകുമ്പോൾ 1s2 2s2 2p5 ഇതും സെക്കൻഡ് പീരീഡ് തന്നെയാണ് കിടക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ദിസ് ഈസ് ദി കോൺഫിഗറേഷൻ. ഔട്ടർ മോസ്റ്റ് ഇതാ വരുന്നത് സെക്കൻഡ് പീരീഡിൽ s2 റൈറ്റ്. ദെൻ 2p5 1 മുതൽ 6 വരെ വരുന്ന ആളല്ലടോ 5. അപ്പം അതും പി ബ്ലോക്ക് എലമെന്റ്സാ. അപ്പൊ ഔട്ടർ മോസ്റ്റ് കോൺഫിഗറേഷൻ ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ എനിക്ക് ഒറ്റ അടിക്ക് പറയാം അത് പി ബ്ലോക്ക് എലമെന്റ് എന്ന് പറയാൻ പറ്റും. അതായത് ns2 NP 1 മുതൽ 6 വരെയുള്ള കോൺഫിഗറേഷൻ ആണ് ഔട്ടർ മോസ്റ്റ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ അത് എന്ത് ബ്ലോക്കാണ്? പി ബ്ലോക്ക് എലമെന്റ് ആണ്. അപ്പൊ ചോദിക്കട്ടെ, ക്ലോറിന്റെ കേസ് ആയിക്കോട്ടെ. ക്ലോറിന്റെ നമ്പർ 17 ആണേ റൈറ്റ്. കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p5 ആണ്. നോക്കടാ, ഇതല്ലേ ഔട്ടർ മോസ്റ്റ് ഷെൽ. ക്ലോറിൻ തേർഡ് പീരീഡിലുള്ളത്, അതുകൊണ്ടാണ് എന്നിന്റെ വാല്യൂ 3 ആയത്. s2 3p5 നോക്ക്, ns2 np 1 to 6 പെടുന്ന നമ്പേഴ്സ് ആണ്. അപ്പൊ അതും പി ബ്ലോക്ക് എലമെന്റ്സ്. അപ്പൊ ജനറലി എനിക്ക് പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ദാറ്റ് ഇസ് ns2 np 1 to 6 ആണെങ്കിൽ that elements belongs to p ബ്ലോക്കിൽ പെടുന്ന എലമെന്റ്സ് എന്ന് പറയാൻ പറ്റും. ഇനി കോൺഫിഗറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഗ്രൂപ്പ് നമ്പർ കാണുന്ന കാര്യം ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ ഇവിടെ കൂടി പറയാം. ഫോർ എക്സാമ്പിൾ സിലിക്കൺ. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ കാണാനുള്ള വഴി ഇതായിരുന്നു. ഓൾറെഡി വേറെ ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പ് നമ്പർ കാണാനുള്ള വഴി 12 പ്ലസ് അതിന്റെ പി സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് അതും കൂടി കൂട്ടിയാൽ കിട്ടുന്ന, അതായത് പിയിലെ ഇലക്ട്രോൺ കൂടി കൂട്ടിയാൽ കിട്ടുന്നതായിരിക്കും അതിന്റെ ഗ്രൂപ്പ് നമ്പർ. ഫോർ എക്സാമ്പിൾ കാർബണിന്റെ കേസ് അല്ലേ, ഇതല്ലേ പിയിൽ ഇലക്ട്രോൺസിന്റെ എണ്ണം, ഇതാണ് പി. പിയിൽ 2 ഇലക്ട്രോൺസ് ആണുള്ളത്. അങ്ങനെയാവുമ്പോൾ ദാറ്റ് ഈസ് 12 പ്ലസ് 2 ഈസ് ഈക്വൽ ടു 14. നോക്കടാ, 14ആം ഗ്രൂപ്പിലാണ് കാർബൺ കിടക്കുന്നത്. ഇനി ഫ്ലൂറിന്റെ കേസ് നോക്കണേ. 12 പ്ലസ് 5 ഈക്വൽ ടു 17. നോക്ക്, 17ആം ഗ്രൂപ്പിലാണ് ഫ്ലൂറിനുള്ളത്. ക്ലോറിന്റെ കേസ് ആണെങ്കിൽ അഗെയിൻ 12 പ്ലസ് 5 ഈക്വൽ ടു 17. നോക്ക്, 17ആം ഗ്രൂപ്പിലാണ് കിടക്കുന്നത്. ഇനി ഒരു എക്സാമ്പിൾ ഞങ്ങൾ പറയാം. ദാറ്റ് ഈസ് സിലിക്കൺ ആയിക്കോട്ടെ. സിലിക്കൺ നമ്പർ 14 ആണ്. കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p2 ആണ് കോൺഫിഗറേഷൻ റൈറ്റ്. നോക്ക്, ഔട്ടർ മോസ്റ്റ് ഇങ്ങനെയാണുള്ളത്. അവസാനത്തെ തേർഡ് ഷെല്ലില്ല, അപ്പൊ തേർഡ് പീരീഡ് ഇല്ല. നോക്ക്, തേർഡ് പീരീഡിലാണുള്ളത് സിലിക്കൺ റൈറ്റ്. നൗ അവിടുത്തെ പി ബ്ലോക്കാ. നോക്ക്, പിയിലെ ഇലക്ട്രോൺസിനെ ഫിൽ ചെയ്തിരിക്കുന്ന പി ബ്ലോക്കാ. അവിടുത്തെ ഗ്രൂപ്പിന്റെ എണ്ണം ദാറ്റ് ഇസ് 12 പ്ലസ് 2 ഈസ് ഈക്വൽ ടു 14. നമുക്ക് 14ആം ഗ്രൂപ്പിലാണ്. ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് പീരീഡും ബ്ലോക്കും ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും ബൈ ലുക്കിംഗ് അറ്റ് ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നിങ്ങൾക്ക് കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ എൻ്റെ പഴയ ഒരു വീഡിയോ ഉണ്ട്, ആ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും റൈറ്റ്. നിങ്ങളുടെ വീട്ടിൽ അലൂമിനിയം പാത്രമുണ്ട്. അലൂമിനിയം ഈ അലൂമിനിയം തന്നെയാണ് അലൂമിനിയം പാത്രം റൈറ്റ്. വീട്ടിൽ കരിയുണ്ട്. കാർബൺ കരിയ, നൈട്രജൻ, ഓക്സിജൻ, ക്ലോറിൻ ഒക്കെ ഉണ്ട് അല്ലേ. അവന്മാരൊക്കെ അറിയാം. ഓക്സിജൻ ഈസ് ഗ്യാസ്. ഓക്സിജൻ ഗ്യാസ് ശ്വസിക്കുന്ന ഗ്യാസ് റൈറ്റ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അലൂമിനിയം, വീട്ടിലെ അലൂമിനിയം ഖരാവസ്ഥയിൽ അല്ല, മീൻസ് സോളിഡ് സ്റ്റേറ്റ് ആണോ ലിക്വിഡ് ആണോ ഗ്യാസ് ആണോ? സോളിഡ് സ്റ്റേറ്റ് അല്ലേ. അപ്പം ഖരാവസ്ഥയിലുള്ള അലൂമിനിയം പോലത്തെ സാധനങ്ങളുണ്ട്. അലൂമിനിയം മാത്രമല്ലേ, ഉദാഹരണം മാത്രമായിട്ടുള്ളൂ. അലൂമിനിയം ഖരാവസ്ഥയിലുള്ളത്. ഓക്സിജൻ ഗ്യാസ് അല്ലേ, വാതകമാണ് റൈറ്റ്. ഈ ചങ്ങായി ദാറ്റ് ഇസ് ബ്രോമിൻ.
അതെങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാം, ദ്രാവകാവസ്ഥയില. അത് മാത്രമേ ഈ ഗ്രൂപ്പിൽ ദ്രാവകാവസ്ഥയിൽ ഉണ്ടാവും. ചിലപ്പോഴൊക്കെ ഗാലിയത്തിന്റെ കാര്യമൊക്കെ പറയുന്നത്, പക്ഷെ ഗാലിയം അന്തരീക്ഷ ഊഷ്മാവില് ദ്രാവകാവസ്ഥയിലുള്ള സോളിഡ് സ്റ്റേറ്റിലാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അലൂമിനിയം പോലത്തെ സോളിഡ് ഉണ്ട്, ഓക്സിജൻ പോലത്തെ ഗ്യാസ് ഉണ്ട്, ബ്രോമിനെ പോലത്തെ ലിക്വിഡ് ഉണ്ട്. അങ്ങനെ എനിക്ക് ജനറലി എനിക്ക് പറഞ്ഞൂടെ പി ബ്ലോക്ക് എലമെന്റ്സുകൾ ദേ എക്സിസ്റ്റ് ആസ് സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ് ആണ്. അവ ഖരം, ദ്രാവകം, വാതകം അവസ്ഥയിൽ കാണപ്പെടുന്നു. അപ്പം ഖരാവസ്ഥയിലുള്ള എക്സാമ്പിൾ പറഞ്ഞു തരട്ടെ. ബോറോൺ ഖരാണ് കേട്ടോ, അലൂമിനിയം ഖരാവസ്ഥയില, ഗാലിയം ഖരാവസ്ഥയില, കാർബൺ നിങ്ങൾക്കറിയാം, സിലിക്കൺ, ജെർമേനിയം, ടിന്ന്, ലെഡ് ഒക്കെ ഖരാവസ്ഥയില. അതേസമയം വാതകാവസ്ഥയിലുള്ള എക്സാമ്പിൾ പറയട്ടെ. നൈട്രജൻ നിങ്ങൾക്കറിയാം, ഓക്സിജൻ അറിയാം, ഫ്ലൂറിൻ, ക്ലോറിൻ, ഇതൊക്കെ വാതകാവസ്ഥയില. റൈറ്റ്. ഇനി ലിക്വിഡ് സ്റ്റേറ്റിൽ ആര് മാത്രം? ബ്രോമിൻ മാത്രം. അപ്പോൾ പരീക്ഷയ്ക്ക് ഖരാവസ്ഥയിൽ കാണപ്പെടുന്ന പി ബ്ലോക്ക് എലമെന്റ്സിന് എക്സാമ്പിൾ ചോദിച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ദ്രാവകാവസ്ഥയിൽ ഒരൊറ്റ എക്സാമ്പിൾ ബ്രോമിൻ മാത്രം പറഞ്ഞാൽ മതി. പിന്നെ ഗ്യാസ് സ്റ്റേറ്റ് ആകുമ്പോൾ ഓക്സിജന്റെയും നൈട്രജന്റെയും ഫ്ലോറിന്റെയും ക്ലോറിന്റെയും കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. റൈറ്റ്. ഇനി മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അലൂമിനിയം ഒരു മെറ്റലാ അല്ലെ, ലോഹമാണ് അല്ലെ, നിങ്ങൾക്കറിയാം. ഓക്സിജൻ മെറ്റലല്ലോ, ലോഹമല്ല, ദാറ്റ് ഇസ് എ നോൺ മെറ്റലാ. അപ്പം ഇതെല്ലാം മെറ്റലാണേ. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ ഇവിടെ ചിത്രത്തിൽ വരച്ചിരിക്കുന്ന ഈ ബ്ലൂ കളറിൽ കാണിച്ചതൊക്കെ മെറ്റൽസാ, മെറ്റൽസ്. റൈറ്റ്. ഈ ഗ്രീൻ കളറിൽ കാണിച്ചതൊക്കെ നോൺ മെറ്റൽസാ, അലോഹങ്ങൾ. ഇത് ലോഹങ്ങൾ, ഇത് അലോഹങ്ങൾ. അതേസമയം ഈ റെഡിൽ കാണിച്ചതൊക്കെ മെറ്റലോയിഡ്സ് എന്നാ പറയാ, അല്ല പറയാ അർദ്ധലോഹങ്ങൾ എന്ന് പറയും, അർദ്ധലോഹങ്ങൾ എന്നും പറയും. ലോഹങ്ങളോ അർദ്ധലോഹങ്ങൾ എന്ന് പറയും. എന്താണ് അർദ്ധലോഹങ്ങൾ എന്ന് വെച്ചാൽ അവന്മാർക്ക് മെറ്റൽസിന്റെ കുറച്ച് സ്വഭാവവും കാണിക്കാൻ പറ്റും, അതേപോലെ തന്നെ നോൺ മെറ്റൽസിന്റെ സ്വഭാവം കാണിക്കാൻ പറ്റും. രണ്ടിൻ്റെയും ഇടക്കുള്ള ഒരു സാധനമാണ് ഇവന്മാർ. അപ്പൊ എനിക്ക് ജനറലി പറഞ്ഞൂടെ, പി ബ്ലോക്ക് എലമെന്റ്സിൻ്റെ അകത്തുള്ള മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, അതേപോലെ തന്നെ മെറ്റലോയിഡ്സ് ഉണ്ട്. മെറ്റലോയിഡ്സ് അർദ്ധലോഹങ്ങളും ഉണ്ട്. റൈറ്റ്. ഇതൊരു കാര്യം കൂടി ജനറലി പറയാം. നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഫസ്റ്റ് ആൽക്കലി മെറ്റൽസ്, ആൽക്കലിൻ എർത്ത് മെറ്റൽസ്, ഡി ബ്ലോക്ക് എലമെന്റ്സ്. അങ്ങനെയാകുമ്പോൾ ജനറലി എനിക്ക് പറയാം ഇവന്മാരെല്ലാം മെറ്റൽസ് അല്ലേ. ഈ ഇടതുനിന്ന് വലത്തോട്ട് പോകുന്തോറും ഇതെല്ലാം മെറ്റൽസ് ആണ്. ഗാലിയം മെറ്റലാ, ഇതെല്ലാം മെറ്റലാ, ഗാലിയം മെറ്റലാ. ജെർമേനിയം അർദ്ധലോഹം, മെറ്റലോയിഡ്സ്, രണ്ട് സ്വഭാവം കാണിക്കും. ആർസനിക്കും അർദ്ധലോഹങ്ങളാണ്. നോൺ മെറ്റൽ, നോൺ മെറ്റൽ, നോൺ മെറ്റൽ. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്നതനുസരിച്ചിട്ട് മെറ്റാലിക് സ്വഭാവം, ദാറ്റ് ഈസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, മെറ്റാലിക് പ്രോപ്പർട്ടീസ് ഡിക്രീസസ് എന്ന് പറയാൻ പറ്റും. ജനറലി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. നാലാമത്തെ സ്വഭാവമാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്തോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടും. അതേസമയം മേലെ നിന്ന് താഴോട്ട് പോകുന്നതോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയും. അങ്ങനെയാണെങ്കിൽ ജനറലി എനിക്ക് പറഞ്ഞുകൂടെ, ഈ പി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എസ് ബ്ലോക്ക് എലമെന്റ്സിനേക്കാൾ കൂടുതലാണ്. കാരണം എസ് ബ്ലോക്ക് ഇടത് ഭാഗത്തുള്ള, ഇത് വലത് ഭാഗത്തുള്ള. ജനറലി അങ്ങനെ ഒരു പോയിന്റ് പറയാം. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇസ് നത്തിങ് ബട്ട് ഇലക്ട്രോൺസിനെ സ്വീകരിക്കാനുള്ള ടെൻഡൻസിയാണ്, ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാനുള്ള ടെൻഡൻസിക്കാ പറയാം ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയാം. അങ്ങനെയാകുമ്പോ ഇങ്ങോട്ട് പോകുന്തോറും കൂടൂലേ, താഴോട്ട് പോകുന്തോറും കുറയും. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇങ്ങോട്ട് പോകുന്തോറും കൂടുന്നു, താഴോട്ട് പോകുന്നതോറും കുറയുന്നു, അല്ലെങ്കിൽ മേലോട്ട് പോകുന്തോറും കൂടുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇങ്ങോട്ട് പോകുന്തോറും കൂടുന്നു, മേലോട്ട് പോകുന്തോറും കൂടുന്നെങ്കിൽ നിയോൺ ആയിരിക്കണം ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ ആള്. പക്ഷേ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇസ് നത്തിങ് ബട്ട് ഇലക്ട്രോൺസിനെ സ്വീകരിക്കാനുള്ള ടെൻഡൻസിയാണേ. നിയോണിന്റെ അറ്റോമിക് നമ്പർ 10, കോൺഫിഗറേഷൻ 208, അതിന്റെ ഇലക്ട്രോൺ വിന്യാസം 208. ഓൾറെഡി അതിന് 8 ഇലക്ട്രോൺസിന് ഉണ്ട്. ഓൾറെഡി 8 ഇലക്ട്രോൺസ് ഉള്ള ഈ നിയോണ് ഓൾറെഡി സ്റ്റേബിൾ ആയിക്കേ ഇവൻ വേറൊരു ഇലക്ട്രോൺസിനെയും കൂടി സ്വീകരിച്ചിട്ട് അൺസ്റ്റേബിൾ ആകാൻ ശ്രമിക്കുമോ? ഇല്ല. എന്ന് വെച്ചാൽ
നിയോണിന് ഇലക്ട്രോൺസിനെ സ്വീകരിക്കാനുള്ള ടെൻഡൻസി വളരെ കുറവാണ്. അതുകൊണ്ട് ഈ നോബിൾ ഗ്യാസിന്റെ പ്രത്യേകത അവന്മാരുടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയെ നമുക്ക് തൽക്കാലത്തേക്ക് 0 കൺസിഡർ ചെയ്യാം. കാരണം ഓൾറെഡി 8 ഇലക്ട്രോൺസ് ഉണ്ട്, പിന്നെ ഒന്നിനെയും കൂടി സ്വീകരിച്ച് കുഴപ്പമുണ്ടാക്കൂല. അങ്ങനെയാകുമ്പോൾ ഇങ്ങോട്ട് പോകുന്ന ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുന്നുണ്ട്, മേലോട്ട് പോകുന്നോറും കൂടുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ പീരിയോഡിക് ടേബിളിലെ ഏറ്റവും ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ് ഫ്ലൂറിൻ. ഇപ്പൊ എനിക്ക് പറയാം മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം ഈസ് ആരാണ്? ഈ ഫ്ലൂറിൻ ആണ് ഏറ്റവും ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 5ാമത്തെ സ്വഭാവമായിട്ടുള്ള അയോണൈസേഷൻ എനർജി എന്താ നോക്കാം നമുക്ക്. അപ്പൊ എന്താണ് അയോണൈസേഷൻ എനർജിനെ പറ്റിയൊക്കെ ഞാൻ വ്യക്തമായിട്ട് എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവിടെ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്തോറും അയോണൈസേഷൻ എനർജി അല്ലെങ്കിൽ അയോണീകരണ ഊർജം ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്തോറും കൂടി വരുന്നുണ്ട്. അതേസമയം മേലെ നിന്ന് താഴോട്ട് പോകുന്തോറും അയോണീകരണ ഊർജം കുറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ ഇങ്ങോട്ട് പോകുന്തോറും കൂടുന്നുണ്ട്, താഴോട്ട് പോകുന്തോറും കുറയുക. അപ്പം മേലോട്ട് പോകുന്തോറും കൂടി വരണം. അപ്പം ഒരു ചോദ്യം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കില് ഒരു പീരീഡില് ഏറ്റവും അധികം അയോണീകരണ ഊർജമുള്ള എലമെന്റ് ആരാന്ന് ചോദിക്കും. അങ്ങനെയാകുമ്പോ ഇങ്ങോട്ട് പോകുന്തോറും കൂടി വരണം അല്ലേ? ഈ പീരീഡിലെ ഏറ്റവും അയോണീകരണ ഊർജം നിയോണാണ്. ഈ പീരീഡില് ആർഗൺ. പക്ഷെ ഇലക്ട്രോ നെഗറ്റിവിറ്റിയിലെ അയോണീകരണ ഊർജം നിയോണാണ്. ആർഗൺ ഈ പീരീഡിൽ ഉണ്ടാവുക. റൈറ്റ്? Therefore, എനിക്ക് പറയാം, ജനറലി പറയാം, പി ബ്ലോക്ക് എലമെന്റ്സിന് അങ്ങനെയാണെങ്കിൽ എസ് ബ്ലോക്ക് എലമെന്റ്സിനേക്കാൾ അയോണീകരണ ഊർജം കൂടുതലാണ്. അടുത്തൊരു പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. അതായത് അയോണീകരണ ഊർജം എസ് ബ്ലോക്ക് എലമെന്റിനേക്കാൾ കൂടുതലാണ്. നേക്കാൾ കൂടുതലാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അവിടെ എഴുതാൻ പറ്റും. നമ്മൾ 6ാമത്തെ സ്വഭാവമായിരിക്കുന്ന സംയോജകതയെ പറ്റി ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ വാലൻസി. എന്താണ് വാലൻസി? നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസിനെ കിട്ടാൻ ആറ്റങ്ങൾ നഷ്ടപ്പെടുകയോ നേടുകയോ ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണമാണ് വി കോൾ ഇറ്റ് ആസ് വാലൻസി എന്ന് പറയാം. നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. അലൂമിനിയം 13ാം ഗ്രൂപ്പാണ് അലൂമിനിയം. അറ്റോമിക് നമ്പർ 13. അതിന്റെ ഗ്രൂപ്പ് നമ്പർ തന്നെ അറ്റോമിക് നമ്പർ 13. കോൺഫിഗറേഷൻ 283. ഇതിന്റെ ഔട്ടർ മോസ്റ്റലിൽ 8 ഇലക്ട്രോൺസിനെ കിട്ടണം. ഒരു വഴിയുണ്ട്, ഒരു 5 എണ്ണം ആരോടെങ്കിലും വായ്പ വാങ്ങാം. പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാ, 5 ഇലക്ട്രോൺസിനെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. അപ്പൊ അലൂമിനിയം എന്താ ചെയ്യുമെന്ന് അറിയോ? ഈ 3 എണ്ണത്തിന് അങ്ങ് നഷ്ടപ്പെടും, ആർക്കെങ്കിലും കൊടുത്തേക്കും. അങ്ങനെയാവുമ്പോൾ ഇതായിട്ട് മാറിയില്ലേ ഔട്ടർ മോസ്റ്റലിൽ 8 ഇലക്ട്രോൺസിന്റെ അവിടെ. അങ്ങനെയാവുമ്പോൾ അലൂമിനിയം തൻ്റെ ഔട്ടർ മോസ്റ്റലിൽ 8 ഇലക്ട്രോൺസിനെ കിട്ടാൻ വേണ്ടി 3 എണ്ണം നഷ്ടപ്പെടുന്നു. അപ്പൊ നഷ്ടപ്പെടുകയോ നേടുകയോ ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണമല്ലേ വാലൻസി? അങ്ങനെയാവുമ്പോൾ ഇവിടുത്തെ വാലൻസി 3. റൈറ്റ്? ഇനി ഈ കേസിലാണെങ്കിൽ സിലിക്കൺ 14ാം ഗ്രൂപ്പാ. അറ്റോമിക് നമ്പർ 14, 284. 4 ഇലക്ട്രോൺസ് ആണുള്ളത്. അങ്ങനെയാകുമ്പോൾ അതിന് 8 വേണമല്ലേ? ഒരു വഴിയുണ്ട്, ചിലപ്പോൾ ഈ 4 അങ്ങ് നഷ്ടപ്പെടും, എന്നാൽ 8 ആക്കും. വേറൊരു വഴി 4 എണ്ണത്തിനെ സ്വീകരിക്കും. എന്തായാലും ഒന്നുകിൽ 4 കൊടുക്കണം, അല്ലെങ്കിൽ 4 വാങ്ങിക്കണം. അപ്പൊ കൊടുക്കലോ വാങ്ങോ വെച്ചുന്ന എണ്ണം 4 ആണ്. Therefore, ഇവിടുത്തെ വാലൻസി 4 ആയിരിക്കും. ജനറലി ആണേ. നൗ ഫോസ്ഫറസിന്റെ കേസിൽ 15. 285 ഔട്ടർ മോസ്റ്റിലുള്ള 5 അല്ലേ ഉള്ളത്. 15 മീൻസ് 15ാം ഗ്രൂപ്പാ. 5 അല്ലേ ഉള്ളത്. 5ന് കൊടുക്കൽ കാര്യമായിട്ടുണ്ടാവില്ല. ചിലപ്പം 3 എണ്ണത്തിനെ വാങ്ങിക്കോ. 3 എണ്ണത്തിനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും 8 കിട്ടിയില്ലടോ. അപ്പം ഇതിന്റെ വാലൻസി 3. 5 എണ്ണം ഓൾറെഡി ഉണ്ട്, 3 എണ്ണം വാങ്ങിക്കുന്നു. അപ്പൊ വാങ്ങിക്കുകയോ കൊടുക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണമാണ് വാലൻസി. അങ്ങനെയാകുമ്പോ ഈ കേസിൽ സൾഫർ 286 ആണേ. ഓൾറെഡി 6 ആണ് ഉള്ളത്. 6 കൊടുക്കുന്ന കടം എളുപ്പം 2 എണ്ണം വാങ്ങിക്കല. അപ്പൊ ഇതിന്റെ ബാലൻസ് 2 ആണ്. ക്ലോറിൻ 287 ഔട്ടർ മോസ്റ്റലിൽ 7 ഇലക്ട്രോൺസ് ഉള്ളത്. 7 കൊടുക്കുന്നതിനെ കടന്നല്ല 1 വാങ്ങിക്കല ആരോടെങ്കിലും. അപ്പം അതിന്റെ ബാലൻസ് 1. ഈ 288
18 ആർഗൺ ഇതാ ഈ ചങ്ങായി നോബിൾ ഗ്യാസ് 288 ഓൾറെഡി 8 ഉണ്ട്, കൊടുക്കുകയില്ല വാങ്ങുകയില്ല, എല്ലാം വളരെ പെർഫെക്റ്റ് അവിടെ. അപ്പോൾ അതിന്റെ വാലൻസി 0. അപ്പൊ ഞാൻ ഇങ്ങനെയാണ് ജനറലി 13ാം ഗ്രൂപ്പിന് വാലൻസി 3 ആയിരിക്കും, 13ാം ഗ്രൂപ്പിന് 3 ആയിരിക്കും, 14ന് 4 ആയിരിക്കും, 15ന് 3 ആയിരിക്കും, 16 2 ആയിരിക്കും, 17 1 ആയിരിക്കും, 18 0 ആയിരിക്കും ജനറലി. പക്ഷേ ചില കേസിലൊക്കെ മാറുന്നുണ്ടേ. നമുക്ക് എല്ലായ്പ്പോഴും ഇത് തന്നെയായിരിക്കും ഇതിന്റെ വാലൻസ് ഒന്നും പറയാനൊന്നും പറ്റൂല. ചില പ്രശ്നങ്ങളൊക്കെ അവിടെയുണ്ട്. അതൊക്കെ നിങ്ങൾ ഹയർ സ്റ്റഡീസ് നിങ്ങൾ പഠിച്ചോളൂ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഓക്സീകരണാവസ്ഥയെക്കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഓക്സീകരണാവസ്ഥ എന്ന് വെച്ചാൽ ഒരു ആറ്റം നഷ്ടപ്പെടുകയോ നേടുകയോ ചെയ്യുന്ന ഇലക്ട്രോൺസിനാണ്. നേരത്തെ പറഞ്ഞ വാലൻസി തന്നെ. പക്ഷെ ഈ കേസ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നഷ്ടപ്പെടുമ്പം ഒരു പ്ലസ് ചാർജും നേടുമ്പോൾ ഒരു മൈനസ് ചാർജോടെ മനസ്സിൽ കണ്ടേക്കാം. ഒന്നാമത്തെ അലൂമിനിയം, ഇവന്മാർ 3 ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ടാലോട് 8 കിട്ടുക. അങ്ങനെയാകുമ്പോൾ നഷ്ടപ്പെടുമ്പം പ്ലസ് ആലേ, +3 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അലൂമിനിയം 13ാം ഗ്രൂപ്പുകൾ സാധാരണ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. 14ാം ഗ്രൂപ്പിൽ ഇവിടെ നേടലും നഷ്ടപ്പെടലും. അങ്ങനെയാകുമ്പോൾ ചിലപ്പോൾ 4 നേടും, ചിലപ്പോൾ 4 നഷ്ടപ്പെടും. അങ്ങനെയാകുമ്പോൾ അതിന് +4 സാധ്യതയുണ്ട്, -4 സാധ്യതയുണ്ട്. +4 മീൻസ് 4 നഷ്ടപ്പെടുന്ന കേസ്, -4 4 നേടിയെടുക്കുന്ന കേസ്. ഇനി ഇതിന് 5 സാധാരണ ഇലക്ട്രോൺസിന് അത് നേടിയെടുക്കുക ചെയ്യുക. അങ്ങനെയാകുമ്പോൾ നേടുമ്പോൾ മൈനസ് ആണേ, -3 ആയിരിക്കും. നൗ സൾഫർ 16ാം ഗ്രൂപ്പാ, അപ്പം -2 ആയിരിക്കും, 2 നേടിയെടുക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലായിക്കോളൂ, ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 ആണേ. അതായത് 2 ഇലക്ട്രോൺസിനെ കിട്ടിയാൽ അതിന് 8 ഇലക്ട്രോൺസിനെ കിട്ടും ഔട്ടർ മോസ്റ്റലിൽ. നൈട്രജൻ ആകുമ്പോൾ -3 ആട്ടാ, ഓർത്ത് വെച്ചോളേ, പ്രോബ്ലം ചെയ്യാനുണ്ട്. ഫ്ലൂറിൻ അതേപോലെ ഫ്ലൂറിനോ ക്ലോറിനോ ഒക്കെ ആണെങ്കിൽ 1 ഇലക്ട്രോൺസിനെ കിട്ടുമ്പോൾ 8 കിട്ടുക, -1. ഇപ്പോൾ ഫ്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1. നിയോണിന്റെ ഏറ്റവും കൊടുക്കലും വാങ്ങുന്നില്ല, ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആയിരിക്കും. തൽക്കാലത്തേക്ക് ഹാലജൻ മീൻസ് ഇവന്മാരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണെന്ന് ഓർത്ത് നോക്കുക, ഇവന്മാരുടെ -2 ആണെന്ന് ഓർത്ത് നോക്കുക. ഇത് ഓർത്ത് വെച്ചാൽ മാത്രമേ നമുക്ക് ഡി ബ്ലോക്ക് എലമെന്റ്സിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറേ പ്രോബ്ലംസ് ഉണ്ട്, അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫ്ലൂറിൻ ക്ലോറിൻ ബ്രോമിൻ അയഡിനൊക്കെ -1, ഓക്സിജൻ സൾഫർ ഒക്കെ -2. കാരണം 2 ഇലക്ട്രോൺസിനെ നേടണം. ഇലക്ട്രോൺസിനെ നേടുമ്പോൾ മൈനസ്, നഷ്ടപ്പെടുമ്പോൾ പോസിറ്റീവ്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, താഴെ തന്നിരിക്കുന്ന ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ശ്രദ്ധിക്കുക. അതായത് PQRS 1s2 2s1 1s2 2s2 2p5 1s2 2s2 2p6 3s1 ഇതിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒന്നാമത്തെ ചോദ്യമാണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാവ് ഹയസ്റ്റ് അയണൈസേഷൻ എനർജി എന്നാണ് ചോദ്യം. ഒന്നാമത്തെ അല്ലെ, താഴെ പറഞ്ഞ അതിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ അയണൈസേഷൻ എനർജി ഉള്ളത്? നമ്മളോട് പറഞ്ഞിക്കല്ലോ, ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്തോറും അയണൈസേഷൻ എനർജി കൂടുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ ഏറ്റവും അവസാനം കിടക്കുന്ന ഗ്രൂപ്പാണ് 18ാം ഗ്രൂപ്പ്. 18ാം ഗ്രൂപ്പിലുള്ള എലമെന്റ്സിനായിരിക്കും ഏറ്റവും കൂടുതൽ അയണൈസേഷൻ എനർജി ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ തന്ന കോൺഫിഗറേഷൻ നോക്കിയിട്ട് ആർക്കാണ് ഏത് ഗ്രൂപ്പിലാണ് എലമെന്റുകൾ കിടക്കാൻ നോക്കുക, ഏത് ബ്ലോക്കാണ് ഏത് ഗ്രൂപ്പാണെന്നൊക്കെ. ഈ കേസിൽ അവസാനത്തെ ഇലക്ട്രോൺസ് എസ്സിലാ പോയല്ലേ, അപ്പൊ എന്ത് ബ്ലോക്കാ? എസ് ബ്ലോക്കാ. എസ് ബ്ലോക്ക് ആണെങ്കിൽ അതിന്റെ ഗ്രൂപ്പ് നമ്പർ കാണാനുള്ള വഴി എന്തെന്ന് അറിയോ? അവിടുത്തെ എസ്സിൽ ഇലക്ട്രോൺസിനെ മാത്രമാണ് നോക്കിയാൽ മതി. അപ്പൊ ഇത് 1ാം ഗ്രൂപ്പാ. ഇത് അവസാനത്തെ ഇലക്ട്രോൺസ് പിയിലാണല്ലേ. പിയിലാണെങ്കിൽ ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേനോ, പി ബ്ലോക്കാ. പി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് നമ്പർ കാണണമെങ്കിൽ 12 പ്ലസ് പി ഇലക്ട്രോൺസിന്റെ എണ്ണം 12 5 കൂട്ടിയാൽ എത്രയാ? ദാറ്റ് ഈസ് 12 + 5 17. അപ്പം 17ാം ഗ്രൂപ്പിലുള്ള എലമെന്റ് ആണിത്. നൗ ഈ കേസിൽ ഇതാണ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ്. അങ്ങനെയാകുമ്പോൾ ഏത് ഗ്രൂപ്പ് തന്നെയാ? ഫസ്റ്റ് ഗ്രൂപ്പ് തന്നെയാ. എസ് ബ്ലോക്കാ, ഫസ്റ്റ് ബ്ലോക്കാ. ഇവിടെ പിയിൽ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് ഉള്ളത്. അങ്ങനെയാകുമ്പോൾ 12 + 6 = 18. അപ്പോൾ ചോദ്യം ഇതായിരുന്നു, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാവ് ഹയസ്റ്റ് അയണൈസേഷൻ എനർജി? ഇങ്ങോട്ട് പോകുന്തോറും അയണൈസേഷൻ എനർജി കൂടി വരും. അങ്ങനെയാകുമ്പോൾ 18ാം ഗ്രൂപ്പിലെ എസ്സിനാണ് ഹയസ്റ്റ് അയണൈസേഷൻ എനർജി ഉള്ളത്. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു, ഈ ക്വസ്റ്റിനായിട്ട് ബന്ധപ്പെട്ടിരുന്നേ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാവ് ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി? ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്തോറും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടി വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പക്ഷേ വേറൊരു കാര്യം പറഞ്ഞിരിക്കാനും, 18ാം ഗ്രൂപ്പിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി 0.
അങ്ങനെയാകുമ്പം 17ാം ഗ്രൂപ്പിൽ എലമെന്റ്സിനായിരിക്കും ഇലക്ട്രോണെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ. അങ്ങനെയാകുമ്പോൾ 17ാം ഗ്രൂപ്പിൽ പെടുന്നവൻ ഇവനാ, അപ്പോൾ ഇതിനാ ഇലക്ട്രോണെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. കുഴപ്പമില്ലല്ലോ. ഇനി മൂന്നാമത്തെ ചോദ്യമുണ്ട്, ഒരേ ഗ്രൂപ്പിൽ പെടുന്ന എലമെന്റുകൾ ആരൊക്കെയാണ്? ഇതിപ്പോൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു, ഇവനും ഇവനും ഒരേ ഗ്രൂപ്പിലുള്ള. റൈറ്റ്. ഇനി നാലാമത്തെ ചോദ്യം, ക്യൂ എന്ന് പറയുന്ന എലമെന്റിന്റെ ബ്ലോക്കും പീരീഡും ഗ്രൂപ്പും കണ്ടുപിടിക്കാം. ഗ്രൂപ്പ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, 17ാം ഗ്രൂപ്പാ. ഇനി ബ്ലോക്ക് കണ്ടുപിടിക്കാൻ പിയിലെ ഇലക്ട്രോൺസ് അവസാനം ഫിൽ ചെയ്തിരിക്കുന്നത് പി ബ്ലോക്കാ, അത് പറയാം. പീരീഡ് മീൻസ് ഏറ്റവും ഹയസ്റ്റ് അറ്റോമിക് നമ്പർ, ഹയസ്റ്റ് നമ്പർ 2 ഇതല്ലേ ഏറ്റവും ഹയസ്റ്റ് നമ്പർ, അപ്പോൾ ഇത് രണ്ടാമത്തെ പീരീഡുവാ. ഇത് മൂന്നാമത്തെ പീരീഡില്ല, മൂന്നാം ഹയസ്റ്റ് നമ്പറുള്ള. അങ്ങനെ ആ പീരീഡും ഈ ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത് അത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. റൈറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, an element X have 6 electrons in the third shell. അതായത് X എന്ന് പറയുന്ന മൂലകത്തിന് അതിൻ്റെ മൂന്നാമത്തെ ഷെല്ലിൽ 6 ഇലക്ട്രോൺസ് ഉണ്ട്. മൂന്നാമത്തെ ഷെല്ലാണ് ബാഹ്യതമ ഷെല്ലിൽ, അതിന് 6 ഇലക്ട്രോൺസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാണ്, റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏതാണെന്ന് ചോദ്യം. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുന്നു, 286 അതിൻ്റെ 6 ആണ് ഔട്ടർ മോസ്റ്റിലുള്ള അല്ലേ. നമ്മൾ സാധാരണ തുടക്കത്തിൽ എപ്പോഴും ആദ്യം 2 ഇലക്ട്രോൺസ്, അപ്പം ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ഉണ്ടാവുക, നിങ്ങൾക്കറിയാം. തേർഡ് ഷെല്ലിലാണ് 6 ഉള്ളത്. ഇപ്പം സെക്കൻഡ് ഷെല്ലിൽ 8 ഉണ്ടാവും, തേർഡിൽ 6 ഉണ്ടാവും. ഇപ്പം 2, 8, 10, 16 ഇലക്ട്രോൺസ് അതിനുള്ളത്. 16 ഇലക്ട്രോൺസ് ആണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലാണോ ഇങ്ങനെ തന്നെ 1s2, 2s2, 2p6, 3s2, 3p2 ആണ്. 3p4 ആണ് ഇതിൻ്റെ കോൺഫിഗറേഷൻ. നിങ്ങൾ എണ്ണി നോക്ക്, 2, 2, 4, 6, 10, 12, 4, 16 ആയിരിക്കും. ഇനി അതിലൊരു ബി ക്വസ്റ്റ്യൻ ഉണ്ട്. സാധാരണയായിട്ട് ഇവന്മാർ കാണിക്കുന്ന സംയോജകത എത്ര ചോദ്യം. നിങ്ങൾ മനസ്സിലാക്കുക, 3s2, 3p4 ആണല്ലേ. അപ്പോൾ ഇത് ഏത് ഗ്രൂപ്പാണ്? ഇത് പി ബ്ലോക്ക് ആണ്. പി ബ്ലോക്ക് ആകുമ്പോൾ ഗ്രൂപ്പ് നമ്പർ മനസ്സിലാക്കുക സംയോജകത കാണാൻ വേണ്ടിയിട്ട്. അപ്പം 12 പ്ലസ് എന്തെന്ന് 4, ഈ 4 പിയിൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണം. 12 + 4 = 16. അതായത് തന്നിരിക്കുന്ന എലമെന്റ് 16ാം ഗ്രൂപ്പാണ്. 16ാം ഗ്രൂപ്പിന്റെ സംയോജകത 2 ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഒരു മൂലകത്തിന്റെ അവസാന സബ്ഷെൽ 3p ആണ്, അതിൽ 3 ഇലക്ട്രോൺ ഉണ്ട്. അതായത് an element have outermost subshell 3p which have 3 electrons. മൂലകത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഇലക്ട്രോൺ വിന്യാസം എഴുതുക. മൂലകത്തിന്റെ സബ്ഷെൽ കോൺഫിഗറേഷൻ പൂർണ്ണമായിട്ട് എഴുതാം. അപ്പോൾ അവസാനം 3p അല്ലേ, 3pയിൽ 3 ഉണ്ട്, അവിടെ ഓർത്ത് വെച്ചോളെ. നമ്മളെപ്പം തുടങ്ങും എവിടുന്ന 1s, 1s2, 1sൽ 2 കൊള്ളും, 2s അതിൽ 2 കൊള്ളും, 2p6 ആയേ. നെക്സ്റ്റ് 3s2, അടുത്ത 3p വരുന്നത് കേട്ടോ. അവിടെ നിർത്തിക്കൊള്ളണം, കാരണം അവസാനത്തെ 3p 3 ഇലക്ട്രോൺസ്. ഇതാണ് കോൺഫിഗറേഷൻ, ആ പ്രോബ്ലം. ഇനി അടുത്ത ചോദ്യത്താണ്, മൂലകത്തിന്റെ പീരിയഡും ഗ്രൂപ്പും തിരിച്ചറിയുക. ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു, പീരിയഡും ഗ്രൂപ്പും ബ്ലോക്കുമല്ല ആയിക്കോട്ടെ. അവസാനത്തെ പീരിയഡിലൂടെ പോയത്. അങ്ങനെ ആകുമ്പോൾ എന്ത് ബ്ലോക്കാ? പി ബ്ലോക്കാ. ഇതൊരു പി ബ്ലോക്കാ. റൈറ്റ്. ഇനി നോക്ക് നിങ്ങൾ, ഇനി ഇതിൻ്റെ പീരിയഡ് അറിയണം. ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു പീരിയഡ് കാണാനുള്ള ഇവിടെ നമ്പേഴ്സ് നോക്കുക. 1, 2, 2, 3, 3. ഹയസ്റ്റ് നമ്പറാണ് 3. അപ്പോൾ തേർഡ് പീരീഡ് ആയിരിക്കും, ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള നമ്പർ ആയിരിക്കും കേട്ടോ. പീരീഡ് തേർഡ് പീരീഡ് ആയിരിക്കും. ഇനി അതിൻ്റെ ഗ്രൂപ്പ് അറിയണം. ഗ്രൂപ്പ് അറിയാനുള്ള വഴി ഇതിങ്ങനെയായിരുന്നു. ഇതെന്ത് ബ്ലോക്കാണെന്ന് പറഞ്ഞാൽ പി ബ്ലോക്ക്. പി ബ്ലോക്കിൻ്റെ കേസിൽ ഗ്രൂപ്പ് കാണാനുള്ള വഴി എങ്ങനെയാണ്? 12 പ്ലസ് പി ഇലക്ട്രോൺസുകൾ, അതായത് പിയിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം, അവസാനത്തെ പിയിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം. ഇവിടെ 3, 12ഉം 3ഉം എത്രയാ? 15. അപ്പം എനിക്ക് പറയാം ഇത് 15ാം ഗ്രൂപ്പ് എലമെൻ്റ് ആണ്. വെരി സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻസ്. ഒരു മൂലകത്തിൻ്റെ ബാഹ്യതമ ഷെൽ ഇലക്ട്രോൺ വിന്യാസം 3s2, 3p4 ആണ്. ദി ഔട്ടർമോസ്റ്റ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആൻ എലമെന്റ് ഈസ് 3s2, 3p4. മൂലകത്തിന് അറ്റോമിക് നമ്പർ, ദി ആറ്റോമിക് നമ്പർ ഓഫ് ദി എലമെന്റ് എത്ര എന്ന് ചോദ്യം ഫസ്റ്റ്. അപ്പോൾ ബാഹ്യതമ ഷെൽ 3p4 ആണ് അല്ലേ. നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇവിടെ നിന്ന് എഴുതി തുടങ്ങുക. 1s2, 2s2, 2p6 അല്ലേ. പിന്നെ 3s2, 3p4. ഇവിടെ തീർന്നു, ഫിനിഷ്ഡ്. 3p4 ഔട്ടർ മോസ്റ്റ്. ഇനി അറ്റോമിക് നമ്പർ കാണാൻ ഇവിടുത്തെ ഇലക്ട്രോൺ എല്ലാം എണ്ണിയാൽ മതി. കേട്ടോ 2, 2, 4, 4, 6, 10, 12, 4, 16. അപ്പോൾ എനിക്ക് പറയാം 16 ആണ് അതിൻ്റെ ഇലക്ട്രോണിൻ്റെ എണ്ണം. ഇലക്ട്രോണിൻ്റെ എണ്ണം തന്നെയല്ലേ അറ്റോമിക് നമ്പർ 16. നോ പ്രോബ്ലം. ഗ്രൂപ്പും പീരീഡും കാണണം. ഇതിൻ്റെ ഗ്രൂപ്പും പീരീഡും കാണണം.
അപ്പം ആദ്യം പീരീഡ് കാണാനുള്ള വഴി ഞങ്ങളോട് പറഞ്ഞേക്ക് ഇവിടുത്തെ ഹയസ്റ്റ് നമ്പർ നോക്കുക. ഇത് 3 ആണ് ഹയസ്റ്റ് നമ്പർ. അപ്പം എന്ത് പീരീഡാ? തേർഡ് പീരീഡ് എടാ. ഇനി ഗ്രൂപ്പ് കാണുന്നതിന് നിങ്ങൾ ആദ്യം ബ്ലോക്ക് ആയിരുന്നു നോക്കുക. ഇതല്ലടോ പിയിലല്ലടോ അവസാന ഇലക്ട്രോൺസ് പോയിരിക്കുന്നത്. അപ്പോൾ പി ബ്ലോക്ക് ആണെങ്കിൽ ബ്ലോക്കിന്റെ എണ്ണം കാണാനുള്ള വഴി എങ്ങനെയായിരുന്നു? 12 പ്ലസ് പിയിൽ ഇലക്ട്രോൺസിന്റെ എണ്ണം 4. 12 പ്ലസ് 4 16. റൈറ്റ്. ഇനി ചോദിക്കുന്നുണ്ട് ഈ ക്വസ്റ്റിനോടൊപ്പം തന്നെ വാട്ട് ഈസ് ദി കോൺഫിഗറേഷൻ ഓഫ് നോബിൾ ഗ്യാസ് ഇൻ ദ സെയിം പീരീഡ്. അതായത് ആ പീരീഡിൽ തന്നെയുള്ള നോബിൾ ഗ്യാസിന്റെ കോൺഫിഗറേഷൻ എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം ദാറ്റ് ഈസ് നമ്മളെങ്ങനെ എഴുതുക? 1s2 2s2 2p6 3s2 3p4 ആണ്. നോബിൾ ഗ്യാസിന് 3p6 അല്ലേ വേണ്ടി? 3p6 പിയിൽ 6 ഇലക്ട്രോൺസ് വേണം. 3s2 3p6 ഇതാണ് അടുത്ത നോബിൾ ഗ്യാസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. റൈറ്റ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, അത് ഫുൾ എഴുതിയിട്ടില്ല. 2 എലമെന്റ് ഉണ്ട്, എ ഉണ്ട് ബി ഉണ്ട്. എയുടെയും ബിയുടെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചിട്ട് താഴെ പറയുന്ന അതിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് ആരാണ് എയുടെ സ്വഭാവമാണോ ബിയുടെ സ്വഭാവമാണോ നിങ്ങൾ പറയാം. ഒന്നാമത്തത് ഇറ്റ് ഇസ് എൻ ആൽക്കലൈൻ എർത്ത് മെറ്റലാ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ഇങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം അതിൻ്റെ ഗ്രൂപ്പെല്ലാം അങ്ങ് കണ്ടുപിടിക്കുക. എന്നാൽ എളുപ്പം കഴിയും. ഇത് എസ് ഇലക്ട്രോൺസ് ആണല്ലേ, അവസാനത്തെ ഇലക്ട്രോൺസ് എസ് അല്ലേ. എസ് ആണെങ്കിൽ എസ്സിലാണ് ഇലക്ട്രോൺസ് പോയിരിക്കുന്നത് അവസാനത്തെ. അപ്പോൾ എന്ത് ബ്ലോക്കാ? എസ് ബ്ലോക്കാ. ഇനി അടുത്ത പോയിന്റ്, എസ് ബ്ലോക്ക് ആണെങ്കിൽ അതിൻ്റെ ഗ്രൂപ്പ് കാണാനുള്ള വഴിയല്ലേ? ദാറ്റ് ഇസ് എസ്സിൽ ഇലക്ട്രോൺസ് ആണ് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇത് സെക്കൻഡ് ഗ്രൂപ്പാ. നമ്മൾ ഓൾറെഡി ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് അതിനെ പറ്റിയിട്ട്. ഇനി അവസാനത്തെ ഇലക്ട്രോൺസ് പിയിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇത് പി ബ്ലോക്കാ. പി ബ്ലോക്ക് ആണെങ്കിൽ അതിൻ്റെ ഗ്രൂപ്പ് കാണാനുള്ള വഴിയല്ലേ? 12 പ്ലസ് 5 കൊടുത്താൽ 17 കിട്ടും. അപ്പോൾ ഇത് 17ാം ഗ്രൂപ്പാ. ഇനി ചോദ്യം ഇതാണേ, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആണ്. നോക്കടാ, എസ് ബ്ലോക്കിലെ സെക്കൻഡ് ഗ്രൂപ്പിനല്ലേ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറയാ. അപ്പം ബി ആണ് ഫസ്റ്റിലത്തെ ഉത്തരം. പിന്നെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ മൂലകമാണ്. 17ാം ഗ്രൂപ്പോ 2ാം ഗ്രൂപ്പോ ഉണ്ട്. വെള്ളത്തോട് പോകുന്ന ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടും. അപ്പം 17ാം ഗ്രൂപ്പിൽ ഇവനായിരിക്കും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ. അപ്പം ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ മെറ്റലാണെന്നതിൻ്റെ ഉത്തരം അത് എ ആയിരിക്കും. ചോദ്യം ഇതാണ്, ഈ പറയുന്ന സവിശേഷതകൾ എക്കുള്ളതാണോ ബിക്കുള്ളതാണോ എന്നാണ് ചോദ്യം. അപ്പോൾ അത് എ ആണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയവൻ എ ആണ്. അടുത്തത് നെഗറ്റീവ് ഓക്സീകരണാവസ്ഥയുള്ള മൂലകമാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഔട്ടർ മോസ്റ്റിൽ 17 അല്ല, അത് ഔട്ടർ മോസ്റ്റിൽ എത്ര ഇലക്ട്രോൺസ് ആണുള്ളത്? അല്ല 17 ആണുള്ളത് അല്ലേ. നോബിൾ ഗ്യാസ് കിട്ടാൻ വേണ്ടിയിട്ട് 18 ആക്കണം. 18 ആക്കണമെങ്കിൽ ഒരു ഇലക്ട്രോൺസിനെ സ്വീകരിക്കുകയല്ലേ ചെയ്യുക. ഒരു ഇലക്ട്രോൺസിനെ സ്വീകരിക്കുമ്പോൾ നെഗറ്റീവ് ആയിരിക്കോ പോസിറ്റീവ് ആയിരിക്കോ? നെഗറ്റീവ് ആയിരിക്കും. ഇലക്ട്രോൺസിനെ സ്വീകരിച്ചാലാണ് നെഗറ്റീവ്, കൊടുക്കുമ്പോൾ പോസിറ്റീവ്. അപ്പോൾ ഇത് എ ആയിരിക്കും. നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ള എലമെന്റ് എ ആണ്. അടുത്ത ചോദ്യം, രാസപ്രവർത്തനങ്ങൾ പങ്കെടുക്കുമ്പോൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു. ദേ ലോസസ് ഇലക്ട്രോൺസ്. നോക്ക്, ഇതിൻ്റെ ഔട്ടർ മോസ്റ്റിൽ 2 ഇലക്ട്രോൺസ് അല്ലേ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത് സെക്കൻഡ് ഗ്രൂപ്പാ. ഈ സെക്കൻഡ് ഗ്രൂപ്പിൽ ചങ്ങായിമാർ നേടുകയാണോ ചെയ്യുക, അല്ല 2നെ വിട്ടുകൊടുക്കുകയാണോ ചെയ്യുക? ഇവന്മാർ 2നെ വിട്ടുകൊടുത്താൽ ഇതിൻ്റെ ഔട്ടർ മോസ്റ്റിൽ 8 ഇലക്ട്രോൺസിനെ കിട്ടും. അപ്പം അത് ബി ആണ്. അപ്പം ഇങ്ങനെയാണ് പറയുന്നത്. ഇനി എ ബി എന്നീ മൂലകങ്ങളുടെ സംയോജകത എഴുതുക. ജസ്റ്റ് നത്തിങ് ബട്ട് ഈ ചങ്ങായിക്ക് ഔട്ടർ മോസ്റ്റിൽ ഇപ്പം 7 ഇലക്ട്രോൺസാണ് ഉള്ളത്. 8 കിട്ടാനുള്ള വഴി 1നെ സ്വീകരിക്കുക. ഇപ്പോൾ സംയോജകത 1. ഇനി ഇതിൻ്റെ ഔട്ടർ മോസ്റ്റിൽ 2 ഇലക്ട്രോൺസാണ് ഉള്ളത്. അത് 8 കിട്ടാനുള്ള വഴി 2നെ വിട്ടുകൊടുക്കുക. സംയോജകത 2. റൈറ്റ്. ഇനി പറയുന്നത് ഇവ തമ്മിൽ സംയോജിച്ച് ഉണ്ടാകുന്ന കോമ്പൗണ്ടിന്റെ ഫോമുല എന്തായിരിക്കും എന്നുള്ളത്. അപ്പൊ ഇവന് 1 ഇലക്ട്രോൺസിനെ വേണ്ടു, ഇവൻ 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കും. അപ്പോൾ ഈ 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ അതിനെ സ്വീകരിക്കാൻ 1 എ മതിയാവൂല. എത്രയേ വേണ്ടി വരും? 2 വേണ്ടി വരും. കാരണം 1 എക്ക് 1നെ സ്വീകരിക്കാൻ പറ്റൂ. ഇവൻ 2നെ വിട്ടും കൊടുക്കുന്നു. അങ്ങനെയാകുമ്പോൾ അതായത് 1 ബിയും വേണം 2 എയും വേണം കേട്ടാ. കാരണം 1 ബി 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്നു, 1 എ 1നെ മാത്രം സ്വീകരിക്കുന്നു. 2 എ ഉണ്ടെങ്കിൽ 2നെ സ്വീകരിക്കാം, ഈ ബി വിട്ടുകൊടുക്കുന്ന 2നെയും. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ ഫോർമുല BA2 ആയിരിക്കും. ഇത്രയാണ് പി ബ്ലോക്ക് എലമെന്റ്സിനെ കുറിച്ചുള്ള ക്ലാസ്സും അതിൻ്റെ കഴിഞ്ഞ നിങ്ങളുടെ ക്വാർട്ടർലി എക്സാമിനേഷനും ആനുവൽ എക്സാമിനേഷനും ചോദിച്ചിരിക്കുന്ന പി ബ്ലോക്കിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസും വെരി സിമ്പിളാണ്.
ഇനി ഞാൻ അടുത്ത ദിവസം ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സും അതിൻ്റെ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ അവയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുന്ന മെത്തേഡുകളും പറഞ്ഞു തരും. അപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ക്യാൻ സബ്സ്ക്രൈബ് ഇറ്റ്. ഞാൻ കുറച്ച് സമയം എടുക്കുമെങ്കിലും പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൻ്റെയും കൂടി അപ്ലോഡ് ചെയ്യും.